അല്ലാഹു 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 അല്ലാഹു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഓരോ ദിവസവും പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഒരു ഹദീസ് പഠിക്കുന്നതിലൂടെ പുതിയ ഒരു അറിവ് നമുക്ക് നേടാം എന്ന വിഷയമാണ് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. 53-ാമത്തെ ഹദീസാണ് ഇന്ന് ഈ ചാനലിൽ നിങ്ങളിലേക്ക് എത്തിയിട്ടുള്ളത്. ബഹുമാനപ്പെട്ട ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു അവിടുത്തെ അദബുൽ മുഫ്രദ് എന്ന കിതാബിൽ പറഞ്ഞ ഹദീസാണ്. ഹദീസ് നമ്പർ 362. حدثنا بشر بن محمد قال أخبرنا عبد الله قال أخبرنا عوف عن زياد بن مخراق قال أبو كنانة عن الأشعري قال إن من إجلال الله إكرام ذي الشيبة المسلم وحامل القرآن غير الغالي فيه أي غير متجاوز الهدي ولا الجافي عنه وإكرام ذي السلطان المقسط. ഹദീസ് ബഹുമാനപ്പെട്ട അശ്അരി റളിയല്ലാഹു അൻഹുവിൽ നിന്ന് നിവേദനം ചെയ്യുന്ന ഹദീസ്. അബൂ കിനാന എന്നവർ അവര് പറയുന്നു, ഇന്ന മിൻ ഇജ്ലാലില്ലാഹി, അള്ളാഹുവിനെ ബഹുമാനിക്കുന്നതിൽ പെട്ടതാണ് നരബാധിച്ച മുസ്ലിമായ മനുഷ്യനെ ബഹുമാനിക്കൽ. മരിച്ച വയസ്സായ ആളുകളെ ബഹുമാനിക്കൽ അള്ളാഹുവിനെ ബഹുമാനിക്കുന്നതിന്റെ ഭാഗമാണ്. അവരെ കാണുമ്പോ ബസ്സിലൊക്കെ ആണെങ്കിൽ സീറ്റൊക്കെ ഒന്ന് ഒഴിഞ്ഞുകൊടുക്കുക. അതേമാതിരി ഇരിക്കുന്ന സ്ഥലത്ത് നിന്ന് എഴുന്നേറ്റ് നിന്നിട്ട് അവരൊന്ന് ആദരിക്കുക. അത് അള്ളാഹുവിനെ ബഹുമാനിക്കുന്നതിന്റെ ഭാഗത്തിൽപ്പെട്ടതാണ്. ഇതുപോലെ വാമിലിൽ ഖുർആൻ മനപ്പാടമുള്ളവനെ ബഹുമാനിക്കൽ ഖൈറിൽ ഖാലിഫീ എന്ന് പറഞ്ഞാല് അതിൽ അതിരി വിട്ട് കിടക്കാത്ത, അഹങ്കാരമൊന്നുമില്ലാത്ത വ്യക്തി. അതേ പ്രകാരം അതിനെ തൊട്ട് പറ്റ ദൂരത്താവാത്ത വലൽ ജാഫി അൻഹു. ജാഫി അൻഹു എന്ന് പറഞ്ഞാൽ ഖുർആനൊക്കെ മനപ്പാടാണ്, പക്ഷെ സംസ്കാരമൊന്നുമില്ല. അങ്ങനത്തെ ആൾക്കാരല്ല. അതനുസരിച്ച് പ്രവർത്തിക്കുന്ന ആളെ ബഹുമാനിക്കൽ അള്ളാഹുവിനെ ബഹുമാനിക്കുന്നതിൽപ്പെട്ടതാണ്. നരബാധിച്ച വയസ്സനെ ബഹുമാനിക്കൽ അള്ളാഹുവിനെ ബഹുമാനിക്കുന്നതിൽപ്പെട്ടതാണ്. നീതിമാനായ ഭരണാധികാരിയെ ആദരിക്കൽ അള്ളാഹുവിനെ ആദരിക്കുന്നതിൽപ്പെട്ടതാണ് എന്നാണ്. അപ്പൊ നാം വളരെയധികം മനസ്സിലാക്കേണ്ട ഒരു ഹദീസാണ്. ഇന്ന് വലിയ ആളുകളെ ബഹുമാനിക്കുക എന്ന സംഭവം ഇല്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പല ഹദീസുകളിലൂടെ അത് പഠിപ്പിച്ചിട്ടുണ്ട്. മല്ലം യുവഖിർ സഗീറന വലം യഅരിഫു ശറഫ കബീരിന ഫലൈസ മിന്ന. ചെറിയവരോട് കരുണ കാണിക്കുകയും വലിയവരെ ആദരിക്കുകയും ചെയ്യാത്തവൻ നമ്മിൽ പെട്ടവനല്ല എന്ന് വേറെ ഹദീസിൽ കാണാം. അപ്പോ വയസ്സായ ആളുകളെ ആദരിക്കുക, പരിശുദ്ധ ഖുർആൻ മനപ്പാടമുള്ള ഖുർആൻ അനുസരിച്ച് പ്രവർത്തിക്കുന്ന, അതിലെ അതിര് വിട്ട് കിടക്കാത്ത, ഖുർആൻ കൊണ്ട് തന്നെ ആൾ നന്നാവുകയും ചെയ്യും, ചിലപ്പോൾ ചീത്താവുകയും ചെയ്യും. അപ്പൊ ഖുർആൻ അനുസരിച്ച് പ്രവർത്തിക്കുന്ന, നിസ്കരിക്കുന്ന ഒരു മനുഷ്യൻ. അതേ പ്രകാരം നീതിമാനായ ഭരണാധികാരി, അത് കിട്ടാൻ വലിയ പ്രയാസ. അതുകൊണ്ട് അതിന് ഇസ്ലാം വലിയ സ്ഥാനം കൊടുക്കുന്നുണ്ട്. നീതിമാനായ ഭരണാധികാരി എന്നേ പറഞ്ഞുള്ളൂ, മുസ്ലിം ഒന്നും കൂടി പറഞ്ഞിട്ടില്ല. ആദരിക്കണം. അത് അള്ളാഹുവിനെ ആദരിക്കുന്നതിന്റെ ഭാഗമാണ്. അള്ളാഹു തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.